വാഴ വളരെ സക്സസ്ഫുൾ ആയി ഇപ്പൊ തിയേറ്റേഴ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാളം മൂവിയാണ്. അപ്പൊ ഈ ഒരു സിനിമയുടെ റിവ്യൂ ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയണ്ടായിരുന്നു, ഇതൊരു 100 crore ക്ലബിലേക്കുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത്. ബിക്കോസ് ആ ഒരു ക്രൗഡിന്റെ റെസ്പോൺസും തിയേറ്ററിൽ ഒരു ആംബിയൻസും കാണുമ്പോൾ നമുക്കറിയാലോ, ഇതിനു മുമ്പ് ആവേശം വന്നപ്പോഴും മഞ്ഞുമൽ ബോയ്സ് വന്നപ്പോഴും പ്രേമലു വന്നപ്പോഴും ഒക്കെ ഒരു കൈൻഡ് ഓഫ് യൂത്തിന്റെ വൈബ് ഉണ്ട്. ആ യൂത്തിന്റെ വൈബ് കൃത്യമായിട്ട് വാഴ എന്ന് പറഞ്ഞ മൂവിയുടെ തിയേറ്റർ റെസ്പോൺസ് നമുക്ക് മനസ്സിലാവും. എന്താണ് ഈ വാഴ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹാഷിറിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ദിസ് വാഴ മൂവി എല്ലാവരോടും സ്നേഹം മാത്രം, കൂടെ ചേർത്ത് പിടിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഹാഷിറും ടീമും ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സിനിമയുടെ ഒരു എന്താ പറയാ പ്രൊമോഷൻ ടൈമിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും, ഹാഷിറിനെ ഫോക്കസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളും ഈ സിനിമയ്ക്ക് വേണ്ടി നടന്നിട്ടുണ്ട്. വൈ? ബിക്കോസ് ഒരു സിനിമയുടെ പ്രൊമോഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പഴയ പോലെ 10 പോസ്റ്ററോ 10 ഇന്റർവ്യൂ കൊടുത്തിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ നല്ല കത്തി നിൽക്കുന്ന ഒരു ഫേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഇറങ്ങുന്ന സിനിമകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറെ ആളുകളെ സിനിമയിലേക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്ത് അവരൊരു റോള് കൊടുത്ത് അവർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 2 വർഷം മുമ്പൊന്നും ഇങ്ങനെയല്ല സ്ഥിതി. സോഷ്യൽ മീഡിയ റീൽസ് എന്നൊക്കെ പറയുമ്പോൾ റീൽസോളിയാണ്, സോഷ്യൽ മീഡിയ അയ്യേ വേണ്ടാന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തൽ ഡെഫിനറ്റ്ലി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അത് ഇല്ല എന്നല്ലാട്ടെ ഞാൻ പറയുന്നത്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി എന്താ പറയുക, മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഫേസുകളെ സിനിമാക്കാർ കുറച്ചും കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് അവരെ ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യാനും കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, കാരണം സിനിമാക്കാർക്ക് വൺസ് ഞാൻ കണ്ടിട്ടുള്ളത് മില്യൺ ഫോളോവേഴ്സ് ഉള്ള എൻ്റെയൊക്കെ ഫ്രണ്ട്സ് തന്നെ സിനിമയിലേക്ക് പോയതിനു ശേഷം അവർ സോഷ്യൽ മീഡിയയിൽ നിന്നും മെല്ലെ പതുക്കാണ് മാറി. അപ്പൊ നമ്മൾ അവരോട് കാഷ്വലി ചോദിക്കുമല്ലോ ഇത് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ സിനിമയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു സോഷ്യൽ മീഡിയ ഫേസ് സിനിമാക്കാർക്ക് അത്ര പറ്റൂല, അവർ അവൈലബിലിറ്റി കൊടുക്കാൻ സമ്മതിക്കില്ല. സിനിമയാണെങ്കിൽ സിനിമ മാത്രം, നിങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയ ബാക്ക് ടു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അത്ര സിനിമാക്കാർക്ക് അത് ഡൈജസ്റ്റ് ആവില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നൊരു ഡ്രോപ്പായിട്ട് വേണ്ടാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് മാറി നിൽക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു കണ്ടന്റിൽ പറയാം. ഇപ്പൊ ഹാഷിറിന്റെ ഈ ഒരു വീഡിയോ വന്നതും അത് വരാനുണ്ടായ കാരണം ഹാഷിർ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാഴ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു മേജർ പ്രൊമോഷൻ, ഒരു റിലീസിന് മുമ്പുണ്ടായിരുന്ന ഒരു മേജർ പ്രൊമോഷൻസും ഹാഷിറിന്റെ ടീമിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ തിയേറ്ററിൽ റെസ്പോൺസ് നിങ്ങൾക്ക് പോയി നോക്കി അറിയാം. ഹാഷിറിന്റെ ഓരോ രംഗങ്ങളിലും ആ ടീമിനെയും ഹാഷിറിനെയും കാണിക്കുന്ന ഓരോ രംഗങ്ങളിലും തിയേറ്റർ വേറൊരു വൈബിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ളപ്പോൾ ഇവർ ഈ നന്ദി പറഞ്ഞുള്ള വീഡിയോ ഇടുന്നു. ആ നന്ദി പറഞ്ഞുള്ള വീഡിയോയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയുന്നുണ്ട്. എന്താണെങ്കിൽ അതെന്താ പറയണേ നോക്കാം. ഹലോ, അങ്ങനെ പടം ഇറങ്ങിയതിന് ശേഷം നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പം ആദ്യം തന്നെ പറഞ്ഞോ. ആദ്യം തന്നെ നമ്മളെ പടം ഇറങ്ങിയത് നിങ്ങൾ അറിഞ്ഞാണ്, ഓഗസ്റ്റ് 15 വാഴ റിലീസായിട്ടുണ്ട്. അപ്പോൾ സന്തോഷം, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, വളരെ സന്തോഷമുണ്ട്. ഇനി അതുപോലെ തന്നെ വേണം, ആ സപ്പോർട്ടും എല്ലാം വേണം. നമ്മളിപ്പം സിനിമയിലോട്ട് വന്നു, അപ്പം അതിൻ്റെതായ ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല, പഴയ കണക്ക് തന്നെയാണ്. വീഡിയോ ചെയ്യും, നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി പഴയ രീതി, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അറിയില്ല. നമ്മളൊരു മേഖലയിലേക്ക് വരുമ്പം അതിൻ്റെതായ ഒരുപാട് പ്രഷറുണ്ട്. ആൾക്കാരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടും, ഒരുപാട് സംസാരം വരും. എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയാം നമ്മൾ ഈ ചെയ്യുന്നതിൽ. മീഡിയക്കാരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല. അവരവരെ തൊഴിൽ ചെയ്യുന്നു, നമ്മളെ തൊഴിൽ ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ തൊഴിൽ ചെയ്യുക. ഒരിക്കലും ഞാൻ മീഡിയക്കാരെയും കുറ്റം പറഞ്ഞ ആരെയും കുറ്റം പറയുന്നില്ല. എന്നാലും ഈ മീഡിയക്കാർ എന്തുകൊണ്ടാണ് കാര്യം, ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ക്യാപ്ഷൻസ് ആണ് പ്രശ്നം. ഹാഷിർ ഓടുന്നത് കണ്ടോ, അലൻ ചാടി, അലൻ പെൺകുട്ടികളെ താരോദയം അലനെ കണ്ടപ്പോൾ പെൺകുട്ടികൾ കണ്ട ഈ വെപ്രാളം, വിനായകനെ കാണാനില്ല, പിന്നെ അജിന് അങ്ങനെ ഓരോന്ന്. അതായത് ക്യാപ്ഷൻസ് ഇടുന്ന, അതായത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ലോജിക്കായിട്ട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനത്തെ ക്യാപ്ഷൻ ഇടുന്നതെന്ന് വെച്ചാൽ ആ ക്യാപ്ഷൻ കണ്ടിട്ട് കയറണം. ഇപ്പം നമ്മുടെ വീഡിയോസും നമ്മളെ കാര്യങ്ങളും ഇതൊക്കെ പോണോണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളൂ, മാക്സിമം നമ്മളെ പറ്റി എന്ത് ചെയ്യും, അതായത് ഇങ്ങനെ പറയും. വെറുതെ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. അതായത് എന്നെ ഇങ്ങോട്ട് വന്ന് ഒരുത്തൻ ചീത്ത വിളിച്ചാൽ എനിക്ക് തിരിച്ച് ചീത്ത വിളിക്കാൻ പറ്റും. അതുകൊണ്ട് ചില ആൾക്കാർ ഇടുന്ന ക്യാപ്ഷൻസ് ഒക്കെ അങ്ങനെയാണ്. അതായത് നിങ്ങൾ അതിനകത്ത് ഒരു കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഹാഷിർ പറഞ്ഞു വരുന്നത് ഇവിടെ സ്ഥിരം നടക്കുന്ന ഈ എന്താ പറയാ ഓൺലൈൻ ചാനലുകളിൽ വരുന്ന സിനിമ റിലേറ്റഡ് ആയിട്ട് കോണ്ടന്റുകൾ ഇടുന്ന ഓൺലൈൻ ചാനലുകളിൽ വരുന്ന തംബ്നെയിലിനെ കുറിച്ചിട്ടും ടൈറ്റിലിനെ കുറിച്ചിട്ടുമാണ്. ഇവിടെ ഹാഷിർ പറഞ്ഞൊരു കൺസേണും അത് അവർക്ക് വരില്ല എന്ന് ഞാൻ പറയില്ല. കാരണം
ഇപ്പൊ ഹാഷിർ സ്ത്രീകളെ കാണുമ്പോൾ പെൺകുട്ടികളുടെ ഇടയിലൂടെ ഹാഷിറിന്റെ മാസ് എൻട്രി. അപ്പൊ അതിനടിയിൽ വരാൻ പോണ കമന്റ്സ് എന്തൊക്കെയാ? ഏതാ ഇവൻ, ഈ ഊള ഏതാ, ഇവനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇവൻ ആരാ? ഈ സ്കീമുകളാണ് വരാൻ പോണത്. ഇനിയിപ്പോ ഹാഷിർ ആരാന്ന് അറിയുന്നവരാണെങ്കിൽ പോലും, ഹാഷിറിന്റെ മില്യൺ പ്രൊഫൈലിലെ വീഡിയോസ് കാണുന്നവരും അല്ലെങ്കിൽ ആ മില്യൺ അടിക്കാൻ സഹായിച്ചവരാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു തമ്മിൽ കാണുമ്പോ ഓ ഇവനിപ്പോ സിനിമാ നടനായി, ഇവൻ ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ കാണുമ്പോ ഇങ്ങനെ മാസ് കാണിക്കും. ഈ സംഗതി എന്ത് ചെയ്യും? ഈ വീഡിയോന്റെ ആ തമ്മിലും ആ ടൈറ്റിലും വായിക്കുമ്പോഴത്തേക്കും നേരെ കമന്റ് ബോക്സ് പോയിട്ട് നീ ആരടാ, ഈ സാധനം അടിച്ചു വിടും. ഇതിവിടെ യൂഷ്വലി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് യൂഷ്വലി എല്ലാ സിനിമാ നടന്മാർക്കും എല്ലാവർക്കും നീ ജാടയാണോ, ഇവൻ ആരടാ, ഇവനെ നമ്മളാണ് വളർത്തിയത്, ഇതൊക്കെ സ്ഥിരമായിട്ട് കമന്റ് ബോക്സിൽ പോകുന്ന സാധനങ്ങളാണ്. അത് അവരെ കൂടുതലായിട്ട് ബോർഡർ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഫേസുകളാവില്ല, സിനിമ മാത്രം അഭിനയിക്കുന്ന നടനോ നടിയോ കാര്യങ്ങളോ ആയിരിക്കാം. ഇവർക്ക് പക്ഷെ അത് സീൻ പറ്റും. എങ്ങനെ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഹാഷിർ റിലേറ്റഡ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ചാനലുകളിൽ തംബ്നെയിലും പോസ്റ്ററും ടൈറ്റിലും ആയിട്ടൊക്കെ വന്നിട്ടുള്ളത്. ഹാഷിർ എന്ത് ചെയ്യുന്നു, വാഴ സിനിമയുടെ പ്രൊമോഷന് സമയത്ത് ഹാഷിറും ടീമും ഹാഷിർ എന്ത് ചെയ്തു, ഹാഷിർ ഓടി, ഹാഷിർ തുമ്മി, ഹാഷിർ മൊത്തം. ഓക്കെ, പിന്നെ ഒരു ഏജ് കാറ്റഗറിയിൽ ആണ് ഏറ്റവും കൂടുതൽ ഹാഷിറിന്റെ വീഡിയോസ് വരുന്നത്. ഈ കോളേജ്, ഈ ഒരു ലൈക്ക് 25 to 30, 35 ആ ഒരു ഇതിന്റെ ഇടയിലുള്ള ആളുകൾ, കുറെ നൊസ്റ്റു വീഡിയോസ് പ്ലസ് ഇപ്പൊ കറന്റ്ലി ഉള്ള കുറെ കോളേജ് തിങ്സ് സാധനങ്ങൾ, ഇങ്ങനെയാണ് അവരുടെ വീഡിയോസ് ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങളൊരു ഇങ്ങനെ കാറ്റഗറി നോക്കിയോ, ഒരു 15 to 30, 35 ഇടയിൽ, അതിന് മുകളിലേക്കുള്ളവർ ചിലപ്പോൾ ഹാഷിർ എന്താണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒക്കെ പോട്ടെ 30 പോലെ നിങ്ങൾ വിട്ടോ, ഒരു 15 to 25 അല്ലെങ്കിൽ ഒരു 28 ഒക്കെ ആവും ഹാഷിർ. കോളേജ് ടൈമിലൊക്കെ ഉള്ളവരും അങ്ങനെയുള്ളവരായിരിക്കും ഹാഷിറിന്റെ കൂടുതൽ വീഡിയോസ്. അതും ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലായിട്ട് ഇത് കാണുന്നതും ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പും അതിന് എൻഗേജ്മെന്റ്സും ഉള്ളത്. അങ്ങനെയുള്ള സമയത്ത് ഇതേപോലെ ഹാഷിർ ഇവൻ ആരടാന്നൊക്കെ ചോദിച്ചിട്ട് ചിലർ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിനടിയിൽ വന്ന് കമന്റ് ഇട്ടിട്ട് വെട്ട് വിളിച്ചിട്ട് പോകും, അഹങ്കാരമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോകും. അപ്പൊ ബേസിക്കലി ഇവരിപ്പോ ഈ സിനിമ കഴിഞ്ഞു, ഇനിയും ഹോപ്പ്ഫുള്ളി ഇവർക്ക് കുറെ സിനിമ കിട്ടട്ടെ. ഇനി അങ്ങനെ സിനിമയിലേക്ക് ഇവർ പോകുന്നില്ല. അപ്പൊ സിനിമ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ പൊക്കും ചെയ്യും, അവർ താത്തും ചെയ്യും. രണ്ടിനും അവരാവശ്യത്തിന് വേണ്ടി പൊക്കും, അവരാവശ്യം കഴിഞ്ഞാൽ താത്തി അടിക്കും. പക്ഷെ ഇവർക്ക് എന്നും കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുക ഇവരുടെ ഈ ഒരു കോണ്ടന്റും ഇവരുടെ ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലും അതിലുള്ള ഫേസുമാണ്. ഡെഫിനറ്റ്ലി അതാണ് ഇവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോഴത്തേക്ക് എനിക്ക് ജാടയായോ എന്നുള്ള ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിരിക്കാം മേ ബി ഇവർ ഈ ഓൺലൈൻ മീഡിയാസ് ഇട്ട ഈ തംബ്നെയിലിനെ കുറിച്ചും ടൈറ്റിലിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഈ ഓൺലൈൻ മീഡിയാസ് ഇടുന്ന തംബ്നെയിലും ടൈറ്റിലും ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ സിനിമേന്റെ ഒരു പ്രൊഡക്ഷൻ ടീം ഡിമാൻഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ ഹാഷിറിനെ വെച്ചിട്ട് നല്ല രീതിയിൽ വാഴ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവര് കൊളത്തി വിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവർക്ക് നന്നായിട്ട് അറിയാം ഈ സിനിമയുടെ ടീമിന് ഹാഷിർ എന്ന് പറഞ്ഞ ഒരു ട്രേഡ് ചെയ്യാൻ പറ്റിയ, ഒരു കച്ചവടമാക്കാൻ പറ്റിയ ഒരു പേരും ഒരു ഫേസുമാണ് സോഷ്യൽ മീഡിയയിൽ. ഏറ്റവും കൂടുതൽ ഈ സിനിമയുടെ ആ കഥ ചുറ്റിപ്പറ്റുന്നത് യൂത്തിന്റെ അടുത്താണ്. സോ ആ യൂത്തിനിടയിൽ ഹാഷിറിനെ അവർക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോയി വെച്ച് വിൽക്കാൻ പറ്റും. ഓൾറെഡി അതിൽ സ്റ്റാഫ് ഉണ്ട്. ഈ സിനിമയിൽ ഒരു 50% എബോവ് ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഉള്ള ഫേസുകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ആക്റ്റീവായിട്ട് പോയ ഫേസുകളുമാണ്. അപ്പോൾ ഇതിലുള്ള ബാക്കി ഫേസുകൾ ഇപ്പോൾ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഹാഷിറും ടീമുമാണ് ഫ്രഷ് ടു ദ സിനിമ, മലയാളം സിനിമയിൽ ഫ്രഷ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവരെ വെച്ച് അടിക്കാൻ പറ്റുമെന്ന് അറിയുന്നതുകൊണ്ട് കുറേയൊക്കെ ഈ സിനിമേൻ്റെ ഈ പറഞ്ഞ പ്രൊമോഷൻ ടീം തന്നെയായിരിക്കും ഇവരോട് പറഞ്ഞ് ഈ പറഞ്ഞ ചാനലുകളോട് പറയുന്നത്. മനസ്സിലായി? ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അവരവരുടെ കൺസേൺ വന്ന് പറയുന്നു. ഇനി ഇതിന് വേറൊരു സൈഡ് ഉണ്ട്, അതിലേക്കും കൂടി നമുക്ക് പോവാം. ഇപ്പം നമ്മളെ ഫോട്ടോയൊക്കെ തന്നിട്ട് ഏതേലും നല്ല നടന്മാർ, അതായത് വലിയ വലിയ നടന്മാരും വലിയ വലിയ ആൾക്കാരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും. അപ്പം നടക്കുന്ന എന്താണ്, ഈ പൊട്ടന്മാർ, അതായത് വിവരം ഇല്ലാത്തവന്മാർ എന്ത് ചെയ്യുന്നറിയോ, അതിൽ കയറിയിട്ട് നമ്മളെ ചൊറിയും. ഇവന്മാരെ ഇതിന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇവന്മാർ ആരെങ്കിലും ആയോ? എടാ പൊട്ടന്മാരെ, നിന്നെയൊക്കെ അതിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഇവന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ആദ്യം സത്യം, ഒരുവിധം വിവരമുള്ളവനൊക്കെ അല്ലേ, അത് അവരെ ജോലിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, അതിൽ കയറി ഏറ്റി പിടിച്ചിട്ട് നമ്മളെടുത്ത് ഒന്ന് സംസാരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിൽ വരുമ്പം, നമ്മൾ ഇത്രയും പേരെ അറിയുമ്പം പലതരത്തിലുള്ള ആൾക്കാർ നമ്മളെ സംസാരിക്കും എന്നറിയാം, അതൊക്കെ നമുക്കറിയാം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഇത് ഹാപ്പി മൂഡാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ അതാണ് ഇതാന്ന് നമ്മൾ ഒരു നെഗറ്റീവ് ആക്കല്ല, ഇതിന്റെ ഒരു സൈഡ് പറഞ്ഞിരുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മളൊരു സാധനം ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ഇവനെ കണ്ടിട്ടില്ലല്ലോ. സത്യം, നിങ്ങൾ പറഞ്ഞുള്ളതാണ്, എന്നെ അറിയില്ല.
അറിയില്ല. ദൈവമാണോ നമ്മളെ അറിയാൻ? എല്ലാരും അറിയാൻ ആരാ? അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്ന ഉള്ളതാണ്. ചില ആൾക്കാർ അല്ലാതെ ചോദിക്കുന്നതുണ്ട്, അറിഞ്ഞിട്ടും ആരാന്ന്. അപ്പൊ അവർക്കൊരു മാസ് ഫീലിംഗ് അവിടെ വരും. അതൊക്കെ ഓരോ രീതിയിലുള്ള ആൾക്കാർ ഇതാണ്, അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അതായത് ആരാൻ നിങ്ങൾ അറിയില്ല. കാര്യം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ വീഡിയോസ് മാത്രമാണ്. അതെ, അതുകൊണ്ട് ഒരിക്കലും എന്റെ വാപ്പാടെയൊക്കെ പ്രായമുള്ള, എന്റെ ഉമ്മയുടെ പ്രായമുള്ള ആൾക്കാർ കൂടുതലും നമ്മൾ വീഡിയോസ് കാണുന്നില്ല. അപ്പൊ സംശയം വരും. ഇപ്പൊ ഇപ്പൊ ഓൺലൈൻ മീഡിയ വഴി ഒരുപാട് വീഡിയോ പോകുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും. അതായത് നമ്മളെന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യുന്ന വീഡിയോയും കുറച്ച് കോമഡി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന 4 യുവാക്കൾ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവരുടെ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ കാണുന്നു, ആരൊക്കെ ഒരു വീഡിയോസിന് വ്യൂവർഷിപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇവർക്ക് അറിയാം. പക്ഷെ ഇവരുടെ ഈ കൺസേൺ, ഞാൻ പറഞ്ഞു, ഇവരുടെ കൺസേൺ ഇത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഹാഷിറിനെയും വിജയിനെയും വെച്ചിട്ട് വിജയെ അടുത്തത് ഹാഷിർ റീപ്ലേസ് ചെയ്യും, അടുത്ത ചോക്ലേറ്റ് ഹീറോ, ഒരു പോസ്റ്ററൊക്കെ ഞാനിവിടെ കാണിക്കാം, അടുത്ത ചോക്ലേറ്റ് ഹീറോ ഹാഷിറാണ്, ഈ പോക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, കുഞ്ചാക്കോ ബോബനെ മാറ്റിവെക്കും. ഇത് 2 രീതിയിൽ ഈ പയ്യന്മാരെ എഫക്ട് ചെയ്യും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഈ എന്താ പറയുക ഓൺലൈൻ മീഡിയാസിനെ പറയുന്നത് കൊണ്ട് ഓൺലൈൻ മീഡിയാസ് എന്താ എങ്ങനെയാന്ന് പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഓൺലൈൻ മീഡിയാസിന് ഇതുപോലെ നിങ്ങൾ എന്തിനിത് ചെയ്യുന്നു, നിങ്ങൾ എന്തിനിത് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ കഴിഞ്ഞു മക്കളെ. ഇനി ഹാഷറുള്ളവർക്ക് ഇവർ ചെല്ലും, ഹാഷറിൻ്റെ വീഡിയോസ് ഇവരെടുക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഇടുന്ന തംബ്നെയിലും ടൈറ്റിലും ഇതിലും മോശമായിരിക്കും. അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, അവരത് ചെയ്യും. അവരുടെ ഒരു മെയിൻ സംഗതി അങ്ങനെ ഒരു സംഗതി ഉണ്ട്. പക്ഷേ ഈ പയ്യന്മാർ ഇവരുടെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ് പറയുന്നത്. അതായത് ഇനിയിപ്പോൾ ഈ സിനിമ കഴിഞ്ഞു, ഇപ്പോൾ ഒരു സിനിമ കിട്ടി, ഇനി ഹോപ്പ്ഫുള്ളി കുറേ സിനിമകൾ കിട്ടട്ടെ. പക്ഷെ ഇനി കിട്ടാത്തൊരു ഫേസ്, കാരണം സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമാക്കാർക്ക് ഇപ്പം പറഞ്ഞല്ലോ അവർക്ക് ആവശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് അവരുടെ സിനിമ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ വിൽക്കാൻ പറ്റുകയെന്ന് അവർക്ക് അറിയുന്നത് കൊണ്ട് ഇവരെ വിളിച്ച് വരുത്തി ചണ്ടി പിഴിഞ്ഞു യൂസ് ചെയ്ത് ഇവരെന്ത് ചെയ്യും, ഒരു വഴിക്കാക്കും. ഒരു 2-3 സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ ഫേസിൻ്റെ അങ്ങനെ അങ്ങോട്ട് മാറി, ഇനി അടുത്തൊരു സോഷ്യൽ മീഡിയ ഫേസിനെ വിളിച്ച് കൊണ്ടുവരാം എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോഴത്തേക്ക് ഇവരെ ഈ 2-3 സിനിമ എന്ന് പറഞ്ഞാൽ 2-3 കൊല്ലം കൊണ്ട് ഇവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവർ കട്ട് ഓഫ് ചെയ്യും. കട്ട് ഓഫ് അയച്ച് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നവരൊക്കെ സിനിമയിൽ പോകുമ്പോഴത്തേക്കും പിന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് വരാതെയാവും, കണ്ടന്റ് വരാതെയാവും. ഇവരെ കൊണ്ടും അങ്ങനെ ചെയ്യിപ്പിച്ച് ഇവരെ അങ്ങനെ സൈഡാക്കിച്ച് 3 കൊല്ലം ഇവിടെ വരുത്തി 3 സിനിമയും കൊടുത്ത് പിന്നെ അവർക്ക് ബാക്ക് ടു സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്ക് സിനിമയിൽ അഭിനയിച്ചപ്പോൾ കണ്ടന്റ് എവിടെയൊന്നും ചാടയില്ലേ മറ്റേ ഇതൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷെ ഇതൊരു ബാലൻസിൽ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഗെയിം ഇരിക്കുന്നത്. അത് പറ്റിയ അടിപൊളി. ഓക്കെ, അപ്പോൾ ഇവർക്കിത് കൃത്യമായിട്ട് അറിയാം. ഇവർക്ക് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ വിജയും ഹാഷിറിനെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തൊരു പോസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെട്ടല്ലോ. അതായത് ഇതൊക്കെ നോക്കുക നിങ്ങൾ, ഇങ്ങനത്തെയൊക്കെ പോസ്റ്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാഷിർ ഫാൻസ് തന്നെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ എന്താ പറയുക അങ്ങനെ കാണാനും പറ്റൂല. പിന്നെ ഇതിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക്, സിനിമാക്കാരിൽ തന്നെ കുറേ നടന്മാർക്കും കുറേ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഈഗോ ഭയങ്കരമാണ്. ഈഗോ ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവൻ ഇത്ര ഫാൻ ഫോളോയിങ്ങോ, എൻ്റെ പോസ്റ്റർ ഇപ്പുറത്ത് വെച്ചിട്ട് ഇവൻ്റെത് അപ്പുറത്ത് വെച്ചിട്ട് ഇവൻ ഇത്ര ഫാൻ ഫോളോയിങ്ങോ. ഈ സ്കീം വരും. ഈ സ്കീം വന്നു കഴിഞ്ഞാൽ അടുത്ത് നടക്കാൻ പോകണം എന്താ പറയുക, ഈ പയ്യന്മാർക്ക് കിട്ടാൻ പോകുന്ന എല്ലാ പ്രൊജക്റ്റുകളും ബ്ലോക്ക് ചെയ്യും. ഇപ്പം ഞാൻ പറയാം, ഒരു പേരൊന്നും പറയുന്നില്ല, ഒരു മലയാളത്തിലെ സോക്കോൾഡ് നടൻ അതേ സിനിമയിലേക്ക് ഹാഷിറിനെ എന്ത് ചെയ്യുന്നു, കാസ്റ്റ് ചെയ്യുന്നു. ഹാഷിർ വരുന്നതോട് കൂടിയിട്ട് എൻറ്റയർ സോഷ്യൽ മീഡിയ ഫോക്കസ് മൊത്തം ഹാഷിറിലേക്ക് പോകുന്നു. അപ്പം എന്ത് സംഭവിക്കും, മറ്റേ നടനും പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് ഇതൊക്കെ ഈ മലയാളം സിനിമയിൽ നിന്നല്ല ലോക സിനിമയിൽ തന്നെ നടക്കുന്ന കുത്തിത്തിരിപ്പാണ്. അപ്പം അതൊക്കെ ഇവർ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴി ഇവർക്ക് വരാൻ ചാൻസസ് കൂടുതലാണ്. അത് ഇവർക്ക് കൃത്യമായിട്ട് എന്താണെങ്കിലും മനസ്സിലായിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഹാഷിറിനാണോ കയ്യടി കിട്ടണ്ടേ, വിനായകനാണോ കയ്യടി കിട്ടണ്ടേ, അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട്. കാരണം കണ്ടമാനം പോസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, കണ്ടമാനം ഇതേപോലെ പോസ്റ്റ്. കാരണം എൻഗേജ്മെൻറ്റ്സ് കൂടുതലാണ് ആ ഒരു പേരിന്. ഇപ്പോൾ ആ ഒരു ഫേസിന് ഈ റീൽസിൽ കണ്ട് അതിൽ നടന്ന ഇൻട്രാക്ഷനേക്കാൾ കൂടുതൽ ഇപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിന് വേറൊരു കൈൻഡ് ഓഫ് ഓഡിയൻസ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ ഇട്ട് വരുമ്പോൾ ഉള്ളതിനേക്കാൾ വ്യൂവർഷിപ്പ് ആൻഡ് ഓഡിയൻസ് ബേസ് കൂടുതലാണ് സിനിമ എന്ന് പറഞ്ഞ ആ ഒരു വലിയൊരു എന്താ പറയുക മീഡിയത്തിന്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഹാഷിറിനെ കുറിച്ച് അറിയാത്തവർക്ക് വരെ ഹാഷിറിനെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളൊരു പരിപാടി കൂടി ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുമ്പോഴും കമ്പാരിസണും ഇവനേക്കാൾ വലുത് ഇവൻ ഭരിക്കും എന്നൊക്കെ പറയുമ്പം സിനിമയ്ക്കകത്തുള്ള ഒരു ഈഗോ സിസ്റ്റം, ഒരു ഈഗോ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അവർക്ക് അത് ഹേർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പയ്യന്മാരെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ കളയും. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് വീണ്ടും ഈ പറഞ്ഞ വ്യൂവർഷിപ്പ്, ഈ ക്രൗഡ് എന്ത് ചെയ്യും, ഉൾട്ടടിച്ചിട്ട് പറയാൻ തുടങ്ങും. ഇവിടെ മലയാളികളാണല്ലോ,
ഇപ്പൊ പൊക്കി അപ്പൊ തലക്കടിച്ച് താത്തും. ഇത് സ്ഥിരം പരിപാടി നമ്മൾ കാണുന്നതാണ്. ഇതാണെങ്കിൽ ഇവർക്ക് കാര്യം മനസ്സിലായി, നന്നായി. പിന്നെ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും പല അഭിപ്രായം പറയുമെന്നറിയാം. അതായത് ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമെന്നറിയാം, നമ്മളെ പറ്റി പല രീതിയിൽ വരുമെന്നറിയാം. എല്ലാം മനസ്സിലാക്കിയാണ് ഈ ഫീൽഡിൽ നിൽക്കുന്ന കാര്യം. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അഭിപ്രായം വരും. അതാണ് മനുഷ്യരല്ലേ, പലതരത്തിലുള്ള അഭിപ്രായം അതും ഇതും വരും. അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ടോക്സിക് കണക്കാവരുത്. എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. നിങ്ങൾ നമ്മളെ സ്നേഹിക്കുക, ഒരിക്കലും നമ്മളെ പേരൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ അക്കൗണ്ടിൽ പോയി ചീത്ത വിളിയോ അതോ സത്യം അതൊന്നും ചെയ്യരുത്. അതൊക്കെ ഒരു സമയത്ത് മറ്റുള്ളവരെ പറഞ്ഞ് ചിരിച്ചവരാണ് നമ്മൾ. അപ്പോൾ നമുക്കറിയാം അത് ഇന്ന് മാത്രം തന്നെ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ മീഡിയക്കാരെല്ലാം ക്യാമറയും കൊണ്ട് വരുമ്പം കാര്യം അത് പേടിച്ചിട്ടല്ലേ, നമ്മൾ എന്ത് പറയാനാണ് കാര്യം, ജസ്റ്റ് പറയുക പോവും, അതേ ഉള്ളൂ കാര്യം. അവിടെ ഒന്നും പറയാനില്ല, പടം കാണാൻ വേണ്ടി വന്നതാ. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മൾ നിന്നുകൊടുത്തേ പറ്റൂ. അതാണ് നമ്മൾ നിൽക്കുന്ന സാഹചര്യമൊക്കെ അങ്ങനെയാണ്. ഒരിക്കലും ഞാൻ മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരും ഓൺലൈൻ ചാനൽ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും തൊഴിലാണ്, എല്ലാവരും തൊഴിൽ നല്ലപോലെ ചെയ്യും. പിന്നെ എനിക്ക് അവരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ദയവേത് നിങ്ങൾ ഒരുമാതിരി വൃത്തികെട്ട ക്യാപ്ഷനൊക്കെ ഇട്ട് ഒരുമാതിരി ആ ഒരു ഇത് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് മാത്രം പോവുക. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഈ ഒരു ഇപ്പം നമ്മൾ ഇത്ര കുറച്ചും കൂടെ ഫെയിം ഇല്ലെന്നല്ല, കുറച്ചും കൂടെ വിരലേക്ക് ഇപ്പോൾ നമ്മൾ എത്തി ഈ ഇടയ്ക്ക് ഈ ആഴ്ചയായിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, മനസ്സിലായില്ലേ? എന്തിനാണ് രാത്രിയും പകലും ആയി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക, നമ്മൾ നമ്മളെ കാര്യം നോക്കുന്നു. ചോറ് കഴിക്കുക, കിടന്ന് ഉറങ്ങുക. ഓക്കെ, വേറെ ഒരു പരിപാടിക്കും പോകരുത്. ജസ്റ്റ് എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മളെ കാണുക, ചിരിക്കുക, കളയുക, അല്ല വേറെ ഒന്നിലും പോകരുത്. പിന്നെ ദയവേത് ആരും നമ്മളെ പേര് പറഞ്ഞ അടിയുണ്ടായി. അത് മാത്രമല്ല, നടന്മാരെ പേരൊന്ന് കമ്പയർ ചെയ്ത് കളയില്ലേ ദയവേത്. നീയൊക്കെ കമ്പയർ ചെയ്യുന്നതിന് നമ്മളെ നിക്കറാണ് കീറി വിടുന്നത്. അത് 42-52 വയസ്സുള്ള കിളവന്മാര്. നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പുള്ളിടത്തൊക്കെ പറയണം, മര്യാദക്കൊക്കെ ഇരിക്കണേ. ഹാഷിറും വിജയും തമ്മിൽ ഹാഷിറും വിജയും തമ്മിൽ 42-50 വയസ്സുള്ള തന്തമാര്. അതൊക്കെ ചിലപ്പോൾ ഇനിയിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വൻ സീനായിരിക്കും. ഹാഷിർ വന്നിരുന്ന് 42-50 വയസ്സുള്ളമാരെ തന്തമാരെന്ന് വിളിച്ചു കഴിഞ്ഞു. ഓഹോ, തന്തമാരെന്ന് വിളിക്കുക, ഇവൻ ആരടാ എന്നൊക്കെ ചോദിച്ചിട്ട് സാധനങ്ങളൊക്കെ വരുമായിരിക്കും. ഇത് ഫണ്ണായിട്ട് പറഞ്ഞാൽ, ഫണ്ണ് മാത്രമല്ല ഒരു കാര്യം ഇതിനകത്തുണ്ട്. നിങ്ങൾ പയ്യന്മാരോ അല്ലെങ്കിൽ ഹാഷിറിനെ ഇഷ്ടപ്പെടുന്നവരോ വേറെ പോസ്റ്റിന് അടിയിലൊന്നും ഈ പോസ്റ്റ് ഇടുന്നതിന് കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ട് അതിന് അടിയിൽ പോയിട്ട് നിങ്ങൾ ആ കുത്തിത്തിരിപ്പിന് ഫ്യൂവൽ ചെയ്യരുത്. ആ ഫ്യൂവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞു വെച്ചതാണ് അവർ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആരും പറയലില്ല. ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നൊരു സോഷ്യൽ മീഡിയ ഫേസ് ആകുമ്പോൾ അവർ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് സാധാരണ പറയാറ്. പക്ഷേ ഹാഷിറും ടീമും വന്നിരുന്ന് പറഞ്ഞത് മൊത്തം അവർക്ക് ഇതിൽ സർവൈവ് വേണം, ഇതിൽ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു ഓവർഡോസ് ഉണ്ടല്ലോ, ഇഷ്ടത്തിൻ്റെ ഓവർഡോസ്, സ്നേഹത്തിൻ്റെ ഓവർഡോസ്, ഫാൻ എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ എക്സ്ട്രീം സാധനങ്ങൾ എടുത്തെറിയാതിരിക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ വരുന്ന സാധനങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ദയവേതിട്ട് അത് ഇവരാരും എനിക്ക് തോന്നുന്നില്ല ഹാഷിറും ടീം പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. സിനിമയ്ക്ക് വേണ്ടി സിനിമാക്കാർ ചിലപ്പോൾ ഹാഷിറോടി വിജയിനെ വെട്ടാൻ ഹാഷിർ, മറ്റേ കുഞ്ചാക്കോബോനെ ഇനി ആര് ഏത് നടൻ ദിലീപ് വീണു, ഇനി ഹാഷിർ ഭരിക്കും, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. ഇതൊക്കെ സിനിമേൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ തട്ടി വിടുന്ന പോസ്റ്റോ സാധനങ്ങളോ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ അവരുടെ കൺസേൺ അവർ പറഞ്ഞിട്ട് പോകാണ് ഉണ്ടായത്. എന്താണെങ്കിലും അടിപൊളി ആവട്ടെ. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇനിയും കുറേ ഫേസസ് കയറട്ടെ. കയറുന്ന ഫേസുകൾ പക്ഷേ ശ്രദ്ധിക്കുക, സിനിമയാണ്, സിനിമാക്കാർക്ക് കൃത്യമായിട്ട് നിങ്ങളെ യൂസ് ചെയ്യാനും. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയെ ഒരു സിനിമ അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഫേസുകളെ വിളിച്ച് വരുത്തി ഉപയോഗിച്ച് ടിഷ്യൂ പേപ്പർ ആക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾക്ക് നിന്ന് കൊടുക്കാതിരിക്കുക. നിങ്ങൾ പോലും മനസ്സിലാക്കാതെ നിങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് 1-2 കൊല്ലം കൊണ്ട് കരുവേപ്പിലാക്കി തട്ടും. കാരണം ഇവിടെ എപ്പോഴും സിനിമയുടെ ടോപ്പിലിരുന്ന് ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ ഫേസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല മക്കളെ. പാടാണ്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് നടിമാരുണ്ട്. മലയാളത്തിൽ നിന്ന് സോഷ്യൽ മീഡിയ വഴി വന്ന് മലയാളത്തിൽ ഫെയിമായി പിന്നെ അന്യഭാഷയിൽ പോയിട്ട് രക്ഷപ്പെട്ടു പോയവരൊക്കെ ഉണ്ട്. അത് അന്യഭാഷയിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു. അവിടുത്തെ പോലെ അല്ല ഇവിടെ എപ്പോഴും ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അവരുടെ കുത്തക എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുന്ന പരിപാടിയാണ്. ഓക്കെ, എന്താണെങ്കിലും അടിപൊളിയാവട്ടെ കാര്യങ്ങൾ. വാഴ സിനിമ എന്താണെങ്കിലും ഒരു 100 കോടി ക്ലബ്ബിൽ കയറണം, സംഗതി സെറ്റാവട്ടെ.